ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷം? ഇന്നും ഒരു ഫ്രൈഡേ ആണ്. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ടേ ഉള്ളത്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ ഒന്നുമില്ല. ഒരു പാത്രം വെച്ച് ഇനി കുറച്ച് ഓയിലും ഗീ ഒഴിക്കുക. ഒരു 2 സ്പൂൺ ഓയിലും ഒരു 1.5 സ്പൂൺ ഗീ ഒഴിക്കുക. ഇനി പട്ട, ഗ്രാമ്പൂ, ലീഫെല്ലാം ഇടുക. ഇത് 3 ഉള്ളിയാണ്, ഒരു മീഡിയം സൈസ് 3 ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. ഇനി അതിടുക. നന്നായിട്ട് വാടട്ടെ. ഉള്ളി കുറച്ച് നന്നായിട്ട് തന്നെ വാടണം, കാരണം വെജിറ്റബിളിനെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചല്ലേ വേവുള്ളൂ. കുറച്ച് വേവില്ല, ചെറുതായിട്ടൊന്ന് വാടല്ലേ വേണ്ടു വെജിറ്റബിളല്ല. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. കറിവേപ്പില ഇടുക. ഉള്ളി നന്നായി വാടിയതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. 2 ഓരോ ചെറിയ സ്പൂണാണ് ഇടുന്നത്. നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം മാറിയാൽ തക്കാളി അരച്ച് ചേർക്കുന്നു കേട്ടോ, മുറിച്ചിടുന്നില്ല, അരച്ച് ചേർക്കുന്നു. 4 പച്ചമുളക് ഇങ്ങനെ ചേർക്കുകയാണ്. അത് വാടുമ്പോൾ അതിൻ്റെ എരിവ് വന്നോളും, മുറിക്കട്ടയൊന്നുമില്ല. ഇനി നന്നായിട്ടത് വാടിയിട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക. ഇനി ചെറിയ സൈസിലുള്ള സോയാ ചങ്ക്സ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഒരു ചെറിയ കപ്പ് അങ്ങനെ ഇടുന്നുണ്ട്. കുറച്ചൊരു ഒരു കൈപ്പിടി ഗ്രീൻ പീസാണ്. കോളിഫ്ലവറും ക്യാരറ്റുമാണ്. കോളിഫ്ലവർ ഒരു 10-20 മിനിറ്റ് ചൂട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചു, അതിൻ്റെ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ. അങ്ങനെ കഴുകിയെടുത്തതാണ്. അതും ചേർക്കാം. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്തിട്ട് ഇളക്കിയിട്ട് അടച്ചു. ഈ ബിരിയാണിക്കാണ് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്നത്. അങ്ങനെ ഒരു നെയ്ച്ചോറ് വെക്കുന്നത് കുക്കറിൽ. 1 1.5 എന്നുള്ള അളവിൽ വെള്ളം എടുത്ത്, 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. കുറച്ച് ഓയിൽ ഒഴിച്ച്, കുറച്ച് ഗീ ഇട്ട് തണ്ടുക്കുന്നത്. കുറച്ച് ഗീയും കൂടി ചേർത്ത് ഒരു സ്പൂൺ ഗീ ഇങ്ങനെ തിളക്കുമ്പോൾ അരിയിടുക. അതിൽ കുറച്ച് സ്പൈസസും ചേർക്കുക. ഈ ബേ ലീഫും പട്ട, ഏലക്ക, ഗ്രാമ്പു എല്ലാം ഇട്ട് അങ്ങനെ തിളക്കട്ടെ. ഇനി അരിയിടുക. ഒരു 1/2 കിലോ അരി ഉണ്ടാവും, കഴുകിയിട്ട് ആറ്റി വെച്ചതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒറ്റ വിസിലിന് ഓഫാക്കാം. മസാല ഇങ്ങനെ റെഡി ആയിട്ട് അതിന് ദമ്മാക്കാം. ഇത് മസാല കുറച്ച് ആദ്യം പാത്രത്തിൻ്റെ അടിയിലിട്ട് അതിന് കുറച്ച് ചോറിട്ടിട്ട് ബാക്കി മസാല മേലെ ഇടാം. അങ്ങനെ ദമ്മാക്കാം. ഹലോ, ഞാൻ ആമിന ദീദിയാണ്. ദീദി ആറ് ദീദി? മോൻ്റെ ചോറിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി മേലിടുക.
കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. ഇനി അടുത്ത മസാല ഇടാം. മസാല ഇട്ട് ഫുള്ള്. ഇനി കുറച്ച് മേലെ ചോറിട്ടിട്ട് ദമ്മാക്കാം. കുറച്ച് നല്ല സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടി കുറച്ച് മേലെ നെയ്യായി കൊടുക്കുക. കുറച്ച് മസാലപ്പൊടി ഇടാം. മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ അടച്ച് വെച്ച് 5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. ബിരിയാണി റെഡി. എന്തായാലും കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.